മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെന്റ് ജോൺ ഗോസ്പൽ ചാപ്റ്റർ 16:8. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധിപ്പിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം പെന്തക്കോസ്താ തിരുനാളിലൂടെ നാം കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ ഈശോയുടെ വേർപാട് ശിഷ്യന്മാർ ഏറെ അസ്വസ്ഥ ചിത്തരാണ്. ഈശോ കടന്നു വന്നവരെ ആശ്വസിപ്പിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ പോകുന്നത് ശരിയാണെങ്കിലും സത്യാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരും, ലോക അവസാനം വരെ ഞാനെങ്ങനെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറയുകയാണ്. 28-20 സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ സംക്ഷിപ്തമായി സൂചിപ്പിക്കുന്നു. എലഗോ ചെയിൻ എന്ന പദം ഉപയോഗിച്ചിരിക്കും. എന്റെ അർത്ഥം ക്രോസ് എക്സാമിനേഷൻ എന്നാണ്. നേരത്തെ പറയുമ്പോൾ സൂക്ഷ്മ പരിശോധന. അപ്പം രണ്ട് കാര്യങ്ങൾ ഇത് വ്യക്തമാക്കുകയാണ്. തന്റെ തെറ്റിനെ കുറിച്ച് ഒരുവനെ ബോധ്യപ്പെടുത്തുക, താൻ എതിർക്കുന്ന സത്യത്തിന്റെ ആഴം മനസ്സിലാക്കുക. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ആദ്യം നിർവഹിക്കുന്നത്. നാം ചെയ്യുന്ന തെറ്റിനെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകുകയാണ്. പലപ്പോഴും നാം ചെയ്യുന്ന ഗൗരവമായ തെറ്റുകളെ പറ്റിയുള്ള അവബോധം നമുക്കില്ലാതെ വരാം. എന്നാൽ പരിശുദ്ധാത്മാവ് വരികയാണെങ്കിൽ അനുതാപം നമുക്കുണ്ടാവുകയും നമ്മുടെ പാപങ്ങളെ കുറിച്ച് മനസ്തപിക്കുകയും ചെയ്യും. ഒരു ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ പങ്കുവെച്ച് ഓർക്കുകയാണ്, ഈ പാപങ്ങളെല്ലാം ഇത്ര ഗൗരവമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ് അദ്ദേഹത്തിന് പാപബോധം ഉളവാക്കിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ നീതിയെക്കുറിച്ച് അത് ബോധ്യപ്പെടുത്തുന്നു. അപ്പം എന്താണ് നിരക്കുന്നത്, എന്താണ് നിരക്കാത്തതെന്ന് ബോധ്യപ്പെടുത്തുന്നു. മൂന്നാമത് ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. ഈ 3 ദൗത്യമാണ് പരിശുദ്ധാത്മാവ് നമ്മൾ നിർവഹിക്കുന്നത്. ആത്മാവിന്റെ വരവിന് വേണ്ടി ഈ ദിവസം നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.